ഈ ഒരു വീഡിയോയിലൂടെ ക്രേഫിഷിനെ വളർത്തി എഗ്ഗൊക്കെ ആയി കുട്ടികൾ വിരിഞ്ഞിറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. നമ്മൾ കുട്ടികളെ ഇവിടെ വിരിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രിഡ്ജ് ബോക്സിലിട്ട് ആദ്യം ഗ്രോത്ത് കയറിയതിന് ശേഷം എണ്ണ അനുസരിച്ചിട്ട് 2 ടാങ്കുകളിലേക്ക് മാറ്റിയിടലാണ് പതിവ്. പക്ഷേ അതിലുണ്ടാവുന്ന കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാലുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചെണ്ണം പെട്ടെന്ന് വലുതാവുകയും ബാക്കിയുള്ള ഐറ്റങ്ങൾ ചെറുതായിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇവരാദ്യം ഫുഡ് കഴിച്ച് വലുതായി വളരെ ഗ്രോത്ത് കയറി സെയിലിന് പരിവാവും. മറ്റവർ ചെറുതായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പിന്നീട് ഇട്ട് കൊടുക്കുന്ന തീറ്റയും ഈ വലിയവർ ആദ്യം തിന്നും, ചെറിയവർ പേടിച്ച് ഒരു സൈഡിൽ മാറി നിൽക്കുകയും അവർ വലിപ്പം വെക്കുകയില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് പിന്നീട് കുറേ നാളത്തേക്ക് അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. പിന്നീട് നമ്മൾ 1.5 മാസമൊക്കെ കഴിഞ്ഞ് പിടിച്ച് സെയിലിൽ നോക്കുമ്പോൾ പകുതി പേര് ചെറുതായിരിക്കും. അപ്പോൾ നമുക്കതിന് മാർക്കറ്റിൽ വില കിട്ടില്ല. പിന്നെ വില കിട്ടൽ മാത്രമല്ല, കൂടാതെ വലിയവർ ചെറിയവർ തിന്ന് തീർക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എണ്ണത്തിലും കുറയും. അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും തരം തിരിച്ച് വലിപ്പം അനുസരിച്ച് എപ്പോഴും ഇതിനെ ഒന്ന് ശ്രദ്ധിച്ച് മാറ്റി ഇടേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ക്രേഫിഷിനെ വളർത്തുമ്പോൾ. അപ്പോൾ ഇത് മറക്കാതെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ക്രേഫിഷിനെ വളർത്താനായിട്ട് നമ്മൾ ആരംഭിച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഇറങ്ങുമ്പോൾ നമ്മളൊരു 2-3 ടാങ്കുകൾ അതിന് വേണ്ടി സജ്ജീകരിച്ചിടും. അപ്പോൾ നമുക്ക് ഒട്ടും കുട്ടികളെ നഷ്ടമാവാതെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.